ഒന്ന് രണ്ട് കാര്യം മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തും. കഴിഞ്ഞ അനുസ്മരണ യോഗത്തിൽ അവിടുന്ന് ആരൊന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മല്ല. വാപ്പ ചെറിയാക്കയാണ് പേരെങ്കിലും പിന്നെ ഒരു വിഷയത്തിൽ വരുമ്പോൾ വാപ്പ വലിയാക്കിയായിരുന്നു. അത് ഞാനൊക്കെ ഒരുപാട് മധ്യസ്ഥത ഇവിടെ കണ്ടതാണ്. അത് പറഞ്ഞ് വളരെ നല്ല ഒരു സത്യമാണ്. അങ്ങനെ തന്നെയായിരുന്നു. ഒരു മധ്യസ്ഥത വരുമ്പോൾ ബാപ്പ എന്നോട് മറുനാട്ടിലുള്ള, അതായത് പുറത്തുനിന്ന് ഒരാളൊരു മധ്യസ്ഥത കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ വാപ്പയല്ല അത് ചോദിച്ചു. എൻ്റെ വാപ്പയാണ്. ബാപ്പ പുലിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് തീരാത്തൊരു കേസാണ്. രണ്ട് ഇരിക്കലുകൊണ്ട് ബാപ്പ തീർത്തുന്നത്. ബാപ്പാനെ ഞങ്ങൾ സമ്മതിച്ചിരുന്നു. അപ്പോൾ ബാപ്പ വലിയാക്കൻ്റെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ. പിന്നെ ബാപ്പ എടുക്കുമെന്ന് പോകാൻ വേണ്ടി അർജൻറ്റായിട്ട് തുണി പോയി മാറ്റി ഇറങ്ങുന്ന സമയത്ത് നമ്മളെ താഴത്തുമുറി കടുക്കുറ്റി ഭാഗത്തുനിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ബാപ്പാണ്ട് പറയണം അവിടെ ഒരു അതിര് തർക്കമുണ്ട്, അതിരിലൊരു മരമുണ്ട്, ആ മരം മുറിക്കണ പ്രശ്നമാണ്. അപ്പോൾ രണ്ടു കൂട്ടരും കൈക്കൂട്ടും കൊടാലിയും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താനും പറ്റാൻ നിൽക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ വന്നിട്ട് ഒന്ന് പരിഹരിക്കണം എന്ന്. ബാപ്പയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഒഴിവാക്കാൻ പറ്റാതെ എമർജൻസി ആയിട്ട് പോവാം. ആ സമയത്താണത്. ബാപ്പ അകത്തേക്ക് കയറിയിട്ട് ബാപ്പാൻ്റെ അടുത്ത് അന്നേ ലെറ്റർ പാഡൊക്കെ ഉണ്ട്. ബാപ്പാൻ്റെ പേര് വെച്ചിട്ടുള്ള ലെറ്റർ പാഡ് ഉണ്ട്. ആ ലെറ്റർ പാഡ് എടുത്തായിട്ട് ഇങ്ങനെ കത്ത് ചെയ്തിരുന്നു. അപ്പം എനിക്കൊരു കൊടുത്തിട്ട് ഞാനതിങ്ങനെ കൗതുകപൂർവ്വം വീക്ഷിക്കാം. അങ്ങനെ 2 കത്ത് എഴുതി, 2 ചുറ്റം മടക്കിയിട്ട് എനിക്കത്തെ പണി വെച്ചില്ല. എനിക്ക് പണിയൊന്നുമില്ല. എന്നാൽ ഈ കാക്കാൻ്റെ മുമ്പ് എടുത്തൊന്നൊരു കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആർക്കാ കൊടുക്കേണ്ടി അപേക്ഷിച്ചു. 2 കൂട്ടരോടല്ല അടല്ല, 2 കൂട്ടർക്കും കൊടുത്തളാണ്. അപ്പോൾ എന്തായാലും എഴുതി വെച്ച് അതൊന്നും വെച്ച് അറിയണ്ട. എന്തായാലും നമുക്കൊരു കൗതുകം ഉണ്ടാവില്ല എന്താ എഴുതിയെന്ന്. അപ്പോൾ ഒന്നുമില്ല. ഞാൻ നിർത്തി നോക്കിയപ്പോൾ ഒറ്റ വാക്കിൽ ഞാനാണ് KP ആണ്, തൽക്കാലം വീട്ടിൽ പോവാം, ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കുക. അതാണ് വാപ്പ എഴുതിയ വാക്ക്. കറക്റ്റ് വാക്കിന് ഓർമ്മല്ല, ആ രീതിയിലുള്ള ഒരു സെൻറ്റൻസ് മാത്രമാണ് അതിലുള്ളത്. ഞാൻ അയാളൊപ്പം പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് ആ പ്രായത്തിൽ ഇയാൾ പറഞ്ഞ കേട്ടപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായി. അങ്ങനത്തെ സ്ഥലത്ത് കാണാതെ പോണേ. അവിടെ ചെന്നപ്പോൾ ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് തർക്കം നടക്കുന്നുണ്ട്. ഉന്തും കള്ളുമൊക്കെ എത്തിത്തുടങ്ങുന്ന സമയത്താണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോയ ആൾ ഇത് നല്ല രീതിയിൽ തീരണം എന്നൊരു ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ അയാൾ നേരെ ഓടി ചെന്നിട്ട് പറഞ്ഞ് KP മക്കാൻ്റെ മോനാണ്, KP പറഞ്ഞാച്ചാണ്, മോൻ എന്തോ നിങ്ങളോട് പറയേണ്ടത്. ഞാനിങ്ങനെ പേടിച്ചുകൊണ്ട് അങ്ങനെ ചെന്നാട്ട് ആ കത്ത് 2 ആൾക്കാരെ കയ്യിലും കൊടുത്ത്, 2 കൂട്ടരുടെ കയ്യിലും കൊടുത്തു. കത്തിങ്ങനെ വായിച്ച് നോക്കിയിട്ട് ഒരക്ഷരം മിണ്ടാതെ ആ സ്പോട്ടിൽ നിന്ന് 2 കൂട്ടരും പിരിഞ്ഞാട് പോയി. അതായിരുന്നു ബാപ്പാൻ്റെ പവർ. ആ പവർ അത്രമാക്കൊക്കെ പറഞ്ഞ പോലെ പഠിച്ച ബാപ്പാക്ക് കൊടുത്തൊരു കഴിവായിരിക്കും, അനുഗ്രഹവും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ബാപ്പ പുറത്തങ്ങനെയൊക്കെ വലിയ ഗൗരവക്കാരനും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി പുലിയൊക്കെ ആണെങ്കിലും ഞങ്ങളെ കുടുംബത്തിൽ ബാപ്പ ശരിക്കും ഒരു കളിപ്പാവനം പോലെയായിരുന്നു. പേരമക്കൾക്ക് ഏറ്റവും ഇഷ്ടം, ഞങ്ങളെക്കാളും ഇഷ്ടമായിരുന്നു ബാപ്പാനുണ്ട്. വൈകുന്നേരം ആയാലും ഇവിടെ ഒഴിവുണ്ടായാൽ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ വണ്ടി, എൻ്റെ മകളാണെങ്കിൽ മകള്, അല്ലെങ്കിൽ ആരെ കിട്ടുന്ന വെച്ചാൽ അവളെ കൂട്ടിയിട്ട് അങ്ങാടി കൂടെ ഒക്കെ പോയി ഓർക്ക് വണ്ടിയൊക്കെ വാങ്ങി കൊടുത്ത് പാട്ട് പാടാനും പാപ്പ കളിപ്പിക്കാനും. പാപ്പ പാടുന്ന കുറേ പാട്ടുകളുണ്ട്, ഇപ്പോഴും അറിയാം. ശനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പാടിയുന്ന കുറേ പാട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല പാപ്പ പാട്ട് പാടിയെന്ന് വെച്ചാൽ. ഇരുന്ന് പാടി തരും പാപ്പ ഞങ്ങൾക്കൊക്കെ പാട്ട്. അതേപോലെ തന്നെ മരുമക്കള് എൻ്റെ ഒരു ഓർമ്മയിലൊന്നും ഇന്ന് വരെ ഈ ഞാനൊക്കെ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷമായി, ഇന്ന് വരെ ഒരു തവണ പോലും എൻ്റെ പെണ്ണുങ്ങളോടടക്കം മരുമക്കളോട് ഒരാളോടും ബാപ്പ എതിർത്ത് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. പിന്നെയും പറഞ്ഞിട്ടുണ്ടാകാം മകളോടോ. അത് ബാബ ശ്രദ്ധാപൂർവം തെറ്റുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും മരുമക്കളെ ബാധിക്കാത്ത രീതിയിൽ ഞങ്ങളെ എന്തെങ്കിലും ഉപദേശിക്കാൻ വരിക എന്നല്ല. ഉപദേശിച്ചിട്ടില്ല. ആ ഉപദേശം തന്നെ സംഭവം ബാബാനടുത്ത് ഉണ്ടായിട്ടില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞാപ്പ അങ്ങനെയല്ല അങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളോട് പറയുള്ളൂ, മരക്കോട് പറയില്ല. ഭക്ഷണം കഴിക്കാതിരുന്നാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. എൻ്റെ ഉമ്മാനോട് ചോദിച്ചാൽ അമ്മ ഇത് കേൾക്കുന്നുണ്ടോ? അമ്മ സാക്ഷിയാണ്. വാപ്പാക്ക് ഷുഗറും കാര്യമൊന്നുമില്ല, പ്രഷറില്ല. ആ പ്രശ്നങ്ങളൊന്നും ബാപ്പാക്ക് ആദ്യമില്ല. പ്രഷറിന് അവസാനമൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പിടാത്ത കറി കൊടുത്താൽ അത് അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇതിൽ ഉപ്പില്ല എന്ന് ബാപ്പ പറയില്ല. മധുരടാതെ കൊടുത്താൽ മറന്നു പോയാൽ, ഉദാഹരണം മറന്നു പോയാൽ ആ മധുര ഇല്ല എന്ന് പറയില്ല, അതേമാതിരി കഴിച്ചു പോകും. അതിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മരുമോളെ എൻ്റെ വൈഫിൻ്റെ അടുത്താണെങ്കിലും അത് തന്നെയാണ് ബാപ്പ. അത്ര സിമ്പിളായിരുന്നു.
ഒരു എന്താ പറയുക, ഞാൻ തുടർന്ന് മദ്രസിന് പറഞ്ഞ പോലെ ഒരിക്കൽ പോലും എന്നോടൊന്നും ഒരു ഷെരീഫെ എന്ന് വിളിച്ചിട്ട് ഒന്ന് സാക്ഷിക്കുക ഉപദേശിക്കുക ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും. ആകെ ഞാൻ അവിടുന്ന് പറഞ്ഞു പിന്നെ ആവർത്തിക്കാണ്, ആകെ സാക്ഷിച്ചതും അല്ലെങ്കിൽ ഉപദേശിച്ചതും എവിടെയെങ്കിലും പിരിവ് കൊടുക്കുമ്പോൾ അത് അത്ര കൊടുത്താൽ പോരാ, എത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മാത്രം. പിന്നെ മക്കളെ പരമാവധി ബുദ്ധിമുട്ടാക്കാതെ എനിക്ക് വിളിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക ഈ എവിടെയാന്ന് വരും, എന്തെങ്കിലും ആവശ്യം വിളിക്കുകയാണെങ്കിൽ. രണ്ടാമത് ചോദിക്കുക എനിക്ക് എന്താ പണിയെന്ന്. ഇത് രണ്ടും പറഞ്ഞിട്ടേ വാപ്പാൻ്റെ കാര്യം പറയും. ചിലപ്പോൾ അത്യാവശ്യമുള്ള, ചിലപ്പം നല്ല ജലദോഷം പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കാനാവും. അത് ഞാൻ വാപ്പയോടെ വലിയ പിന്നെ കാര്യങ്ങളാണ് അറിയുകൂടാണ് എന്നാ ഒന്നുമില്ല, വീട്ടിലാണെന്നാണ് അച്ഛൻ ഇങ്ങോട്ട് മാറി. പിന്നെ ഞാൻ എന്ത് ചെയ്തു മനസ്സിലാക്കിയിട്ട് അവസാനമൊക്കെ അങ്ങോട്ട് പറയും ഞാൻ ഫ്രീയാണ്, അപ്പോൾ എന്താ ഇഷ്ടം. അപ്പോൾ വാപ്പ കാര്യം പറയാം, അത്യാവശ്യം ഉള്ളതാണെങ്കിൽ അപ്പന് പോകും, അത്യാവശ്യം ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ പറയും വാപ്പ ഞാൻ തിരക്കിലാണ് പിന്നെ നോക്കാറ്. അത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾ ഇന്ന് വലിയൊരു നിലയിലൊന്നും അല്ലെങ്കിലും ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന ഞങ്ങൾ സ്വപ്നം കാണാൻ കഴിയാത്ത ഈ ഒരു ഈ ലെവലിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞങ്ങളെ ബാപ്പ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഫലം, ആരുടെയൊക്കെ പ്രാർത്ഥന. കാരണം ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ലെവൽ, അത് കാരണം വലിയൊരു ലെവലല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത എത്രയോ വലിയൊരു ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ആ എത്താനുള്ള കാരണം ഞങ്ങൾ ചെയ്ത സുഹൃത്തുക്കളല്ല, എൻ്റെ വാപ്പ അതുപോലെ എൻ്റെ ഉമ്മ, അതിൽ എടുത്തു പറയേണ്ട വാപ്പ തന്നെയാണ്. വാപ്പ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങൾ. ആ അനുഭവിച്ചുകൊണ്ട സുഖങ്ങൾ ഞങ്ങൾ ഒരിക്കലും മറക്കൂല, ഞങ്ങൾ വാപ്പാനൊക്കെ മറക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ പറഞ്ഞ മാമഞ്ഞ് പറഞ്ഞ ആൾക്കുള്ള വിഷയങ്ങൾ പറയുമ്പോൾ വാപ്പ നയിച്ചതുപോലെ നയിക്കാനുള്ള കഴിവോ പ്രാപ്തിയൊന്നും വാപ്പ 16-ാം വയസ്സിൽ മദ്യം പറയാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ ആ ഒരു ലെവൽക്കൊന്നും ഒരിക്കലും ഞങ്ങൾക്കാർക്കും എത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ വാപ്പാക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, മക്കളും വാപ്പാനെ പോലെ ആവണം, അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങൾ നടക്കണം, എനിക്ക് പകരം ഒരാൾ വരണം, വാപ്പാക്ക് പകരം ഒരാൾ ഇവിടെ എന്തായാലും വരും, എന്നല്ലെങ്കിൽ നാളെ മക്കളല്ലാത്ത ആരെങ്കിലും ഒക്കെ ഇവിടെ വളർന്നു വരും. അപ്പോൾ നമ്മൾ മാനവാജി മരിച്ച സമയത്ത് ഇതേപോലെ നമ്മൾ പേടിച്ച് കഴിഞ്ഞ ആരാണ്. അങ്ങനെ ഓരോരുത്തർ വന്നില്ല, ചെറിയാപ്പ വന്നു, മാനേജൻ്റെ മകൻ ചെറിയാപ്പ മദ്രസും പള്ളിയും ഒക്കെ ഏറ്റെടുത്ത് അതിനുശേഷം അങ്ങനെ ഓരോ തലമുറ ഇങ്ങനെ കൈമാറിപ്പോകും. അത് ആ ഒരാൾ എന്തായാലും നമ്മുടെ നാട്ടിൽ വരും, അത് വാപ്പാനേക്കാളും നന്നായിട്ട് നയിക്കാൻ പറ്റുന്ന ഒരാട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അതിനെ താങ്ങും തണലായി നിന്നിട്ട് ഞങ്ങളും എല്ലാ രീതിയിലും പാവങ്ങളെ സഹായിക്കാനും നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റിയതൊക്കെ ഇടപെടാനും, ഞങ്ങൾ ബാപ്പാനെ പോലെ അത്ര തിരക്ക് ഒഴിഞ്ഞ ആളുകളെല്ലാം ബിസിനസ്സും കാര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നാട്ടിൽ ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ ഞങ്ങളെ ഒഴിവിനനുസരിച്ചൊക്കെ പരമാവധി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാ രീതിയിലും ഞങ്ങൾ ബാപ്പ ചെയ്തു വെച്ച കാര്യങ്ങൾ പരമാവധി ശ്രമിച്ച് തുടരും. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ മാർഗമില്ല, ബാപ്പ രാഷ്ട്രീയ ഭേദമന്യേ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പറഞ്ഞതുപോലെ ഞാനൊക്കെ കുഞ്ഞും ബാബയൊക്കെ പീടിയെന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ഒരുപാട് വട്ടം കണ്ട മനുഷ്യനാണ്. അപ്പം ഇന്ത്യയൊക്കെ കണക്കിൽ നമ്മളൊക്കെ കാഴ്ചയിൽ അന്ന് കുഞ്ഞും ബാബയൊക്കെ ഒരു ശത്രുവിനെ പോലെയാണെന്നാണ്. പക്ഷെ കുഞ്ഞു പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിന് ശേഷം പറഞ്ഞ ചാടിച്ചേ പിരിയുള്ളൂ, അത് നമ്മൾ കാണില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്ത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 8ലോ 9ലാണ് തോന്നുന്നുണ്ട്, എൻ്റെ കണ്ണിന് കാഴ്ച വന്നപ്പോൾ പിന്നെ ബാപ്പാണ്ട് പറഞ്ഞപ്പോൾ ബാപ്പ പറഞ്ഞു അതിനിപ്പോൾ എന്താ വേണ്ടിയോ ഞാൻ പോയി. ഞാൻ പറഞ്ഞു ബാപ്പയെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടി വരും, കണ്ണിൻ്റെ ഡോക്ടർ എവിടെ ഉള്ളതെന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ കാലം നല്ല അരികൂടൊന്നും കണ്ണിന് ഡോക്ടർമാരില്ല, മഞ്ചേരി ഇവിടെ ഉള്ളത് നമുക്ക് അറിയില്ല, കാരണം അന്നൊന്ന് കണ്ണട വെക്കുന്നവർ വളരെ അപൂർവം ഉണ്ടാവും. ആ ഒരു കാലത്ത് ബാപ്പ പിന്നെ ഞാൻ നോക്കട്ടെ പരിഹാരം ഉണ്ടാക്കാൻ, പിറ്റേന്ന് രാവിലെ എന്നോട് വന്നിട്ട് ഞാൻ കുഞ്ഞൂനെ ഏർപ്പാടാക്കിനെ, ഇജ്ജും കുഞ്ഞും കൂടി പോയിട്ട് പിന്നെ മഞ്ചേരി പോയി കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൂൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പിന്നെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കണ്ണട വെക്കാൻ ആദ്യമായിട്ട് കൊണ്ടുപോകണം. കുഞ്ഞൂന് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, അങ്ങനെ സംഭവമുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ പരിശോധനയും കാര്യമായിട്ട് എൻ്റെ കൂടെ നിന്നാളുണ്ട് കുഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ വാപ്പാക്ക് രാഷ്ട്രീയം അത് സംഘടനയിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനുഷിക പരിഗണനയോ ചെയ്യുന്നതിലോ സഹായം കൊടുക്കുന്നതിലോ
മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തീർക്കുന്നതിലോ ഒരു മധ്യസ്ഥം പറയുന്നിടത്തോ ഒന്നും ബാപ്പാക്ക് അത് ബാധകമല്ല. ഇനി അത് സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ട് മാത്രം പരിഗണിച്ച് തീർക്കുന്ന ഒരു സ്വഭാവ രീതി ബാപ്പാക്ക് ഉണ്ടായിന്. പരമാവധി അത് ഞങ്ങൾ ശ്രദ്ധിക്കും. പരമാവധി തന്നെ കഴിവിൻ്റെ പരമാവധി എനിക്ക് അങ്ങനെ ബാപ്പാൻ്റെ അടുത്തൊരു ഉപദേശം മരിക്കുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ബാപ്പ മരിക്കും എന്ന് ബാപ്പ ഒരു തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിലായിരുന്നു ഒരു 5-6 മാസത്തെ ബാപ്പാൻ്റെ പരിപാടികളൊക്കെ. ഈ മിറ്റം ഇൻ്റർലോക്ക് ചെയ്തതടക്കം ഒരുപാട് കാര്യങ്ങൾ വാപ്പ മുൻകൂട്ടി കണ്ടിട്ട് 27-ൻ്റെ അന്ന് അവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് ഇപ്രാവശ്യം എന്നോട് എനിക്ക് കൊടുക്കണം, ഞാൻ നോക്കി നിന്നോളാം എന്നോട്. ഞാൻ പറ്റില്ല, അപ്പം നിങ്ങൾ തന്നെ കൊടുക്കണമെന്നാണ്. അവസാനം ഞാൻ ഒരു ദേഷ്യം പിടിക്കുന്ന രീതിയിൽ പറഞ്ഞേക്കാണ്, നിങ്ങൾ കൊടുത്തുകൂടി അപ്പം നിങ്ങളോടല്ല പറഞ്ഞു പറഞ്ഞപ്പോഴാണ് വാപ്പ ഏറ്റെടുത്തത് ഇപ്രാവശ്യം. അതേപോലെ മധ്യസ്ഥം പറയുന്നിടത്തൊക്കെ എന്നെ വിളിക്കും. ഞാൻ വാപ്പാണ്ട് പറയും, വാപ്പ ഇതിന് എന്നെ കൂട്ടൽ എനിക്ക് നേരം ഉണ്ടാവില്ല, എതിർത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യല്ലാതുകൊണ്ട് അങ്ങനെ മയത്തിൽ പറയില്ലേ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മ വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് വാപ്പ പിന്നെ തീരുമാനിച്ചുറച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന സമയത്തും അൽഹംദുലില്ലാഹ് വളരെ അപ്പം ഞങ്ങളൊന്ന് പോയെങ്കിലും കൂടി മരിച്ച ആ ഒരു രംഗം ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതാണ്. അപ്പം മരിക്കുന്ന ഞങ്ങൾ അന്ന് പ്രതീക്ഷയില്ല, ഞങ്ങൾ റിക്കവർ ആവുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വല്ലാതെ ഉണ്ടായി. ഞാൻ അവിടെ ഇതിൽ പറഞ്ഞതുപോലെ വിച്ചുണ്ടി ഞാനും പറഞ്ഞതുപോലെ കുറച്ച് കാലെങ്കിലും ബാപ്പാനെ ഒന്ന് റിക്കവറായിട്ട് കിട്ടിയിട്ട് ഒരു രാജാവിനെ പോലെ ഒന്നും കൂടി ബാപ്പാൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുത്തിട്ട് ബാപ്പ മരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മരിക്കണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതിനു വേണ്ടിയിട്ടാണ് പരമാവധി ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ മരിക്കുന്ന അന്ന് രാവിലെയും ബാപ്പാക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പെങ്ങളെ ഉണ്ടായിരുന്നത്. അപ്പം മേലൊക്കെ തുടച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി തലേന്ന് നല്ലോണം വയറ്റുന്നൊക്കെ പോയി അതൊക്കെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് വാപ്പ ക്ഷീണം വന്ന് തുടങ്ങി. എല്ലാവരും കണ്ണൊക്കെ നോക്കിയൊക്കെ ചിരിച്ച് നല്ല കണ്ണ് മാടി ഓക്സിജൻ കുറഞ്ഞു തുടങ്ങി. അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ എന്നുള്ള ചിന്തിക്കാനാവുമ്പോഴേക്കും ഓക്സിജൻ അങ്ങനെ കുറഞ്ഞു വന്നു. ഓക്സിജൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ള ലെവൽക്ക് സിസ്റ്ററും പറഞ്ഞ്. അപ്പം ഞങ്ങളും പിന്നെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ച് ഓക്സിജൻ എല്ലാം ഞങ്ങൾ കൂട്ടി കൊടുത്ത് ഇങ്ങനെ വാപ്പാനെ ശുശ്രൂഷിച്ചിട നിന്ന് വാപ്പാൻ്റെ കയ്യോ കാലോ പോലും ഒരു വിരൽ പോലും അനക്കാതെന്ന് വാപ്പ മരിച്ചത്. ഒരു കാല് വലിക്ക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളെ സിസ്റ്റർ പറയണം, കുറേ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ മരണം ആദ്യമായിട്ട് കാണുകയാണ്. ഒരു മുഖത്തൊരു മാറ്റം, ഭാവമാറ്റം വന്നിട്ടില്ല. ഒരു കയ്യോ കാലോ വലിക്കുകയോ ഇളക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ശാന്തമായിട്ട് വളരെ വാപ്പ പോലും അറിയാത്ത രീതിയിലുള്ളൊരു മരണം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ച് പറയാനുള്ള സമയം വൈകിട്ടുണ്ട്, നിസ്കാരത്തിന് സമയമൊക്കെ ആയിട്ടുണ്ട്. അത് മറന്നുപോയി, തുടക്കത്തിൽ പറയാൻ വിചാരിച്ച വിഷയമാണ്, മറന്നുപോയതാണ്. കരിക്കാടംപോയി കുടുംബം എന്ന് പറഞ്ഞ ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മിറ്റിയിൽ ഏറ്റവും ബാപ്പ ഇഷ്ടപ്പെട്ടിന് ഒരു സംഘടനയിന് കരിക്കാടംപോയി. എന്നോട് പലപ്പോഴും ആ വിഷയം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കരിക്കാടംപോയി കമ്മിറ്റിൻ്റെ കാര്യങ്ങൾ അതെന്തായി ഇതെന്തായി, അതിൻ്റെ പിന്നെ ഇത് സംഗമം നടക്കുന്ന സമയത്തൊക്കെ എപ്പോഴും വിളിച്ച് ചോദിക്കും അതെന്താ, അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് എപ്പോഴും അതിന് കൂടെ തന്നെ കൊടുത്ത് പറയാണ്, മോമാക്ക അതിൻ്റെ ഓർഗനൈസറാണ് എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ സംഘടന വരുന്നതിന് മുമ്പ് മോമാക്ക ഒരുപാട് പ്രാവശ്യം ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംഘടന ഉണ്ടാക്കണം എന്ന് പിന്നെ നിർദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനയിൽ ഞാൻ തുടരുന്നതിലും അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നതിലും ബാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കുടുംബ കൂട്ടായ്മയും ഒക്കെ ബാപ്പാൻ്റെ ഇഷ്ടപ്പാകാൻ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബാപ്പാക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ബാപ്പാക്ക് പകരക്കാരൻ വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.